ഹലോ ഫിദ മാഡം. മോളെ സുഖാണോ? പണ്ടത്തെ പോലെ മടിച്ചു മടിച്ച് എനിക്ക് സുഖാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല മാം. എനിക്ക് പരമ സുഖം. കണിമംഗലത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കണിമംഗലത്തെ ജീവിതം എന്നെ പിടിച്ച് എല്ലാവരും കൂടി കുടുംബനാഥയാക്കിയിരിക്കോ. അമ്മ താക്കോൽക്കോട്ടെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്ക. മുത്തശ്ശിയാണെങ്കിൽ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചു. പിന്നെ വരുൺ എന്റെ ഇഷ്ടങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. എന്നെ എവിടേക്ക് വേണേലും കൊണ്ടുപോവുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാള്. സത്യം പറഞ്ഞ ഞാനിപ്പോ സ്വർഗത്തിലാ. നന്നായി. വിവാഹം കഴിഞ്ഞു പോയൊരു മകളെ കുറിച്ച് ഒരമ്മയ്ക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കുകളായത്. അല്ല, വരുൺ എവിടെ? വരുൺ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഹാളിലെങ്ങാനും കാണും. പിന്നെ മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞ ഇപ്പൊ ഒരാവശ്യവും ഇല്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ? മോളാ ഫോൺ വരണമെന്ന് കൊടുത്തേ. അത് ശബ്ദം കേൾക്കുമ്പോ മനസ്സിലാവും. ഹലോ ഹലോ വരുൺ, താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു താങ്ക്സ്. ഞാൻ കണിമംഗലത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മോള് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? അവളിപ്പോ സ്വർഗത്തിലാണെന്നാ. അതിന്റെ കാരണക്കാരൻ വരുണല്ലേ. താങ്ക്സ്. അതെ, രാധിക ഇപ്പൊ പഴയ ആളൊന്നും അല്ല മാഡം. എന്താ ഒരു ചങ്കൂറ്റെന്നറിയോ? ഒരാള് ആവശ്യമില്ലാത്തത് ഇങ്ങോട്ട് പറഞ്ഞ കൃത്യമായിട്ടുള്ള മറുപടി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞിരിക്കും. പോയി എന്നെ കൈവയ്ക്കുമെന്ന് എന്റെ ഒരു പേടി. എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെ ബഹുമാനിക്കണം, ആരോട് എതിര് പറയണമെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് കേട്ടാ അതിനപ്പുറം എന്റെ ജീവിതത്തിൽ വേറൊന്നും വേണ്ട. സത്യത്തില് ഫിദ മാഡത്തിന്റെ സംസാരം കേട്ടാ എന്താ തോന്നുന്നറിയോ?